ജമന്തി 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 എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിളിച്ചു പോണത്? ഞാൻ ഇവിടെ ഉണ്ട്. അതെ നീ എന്റെ 2000 രൂപ ഉണ്ടോ? എന്തെന്ന്? 2000 രൂപ ഞാൻ കണ്ടില്ല. എനിക്ക് നിങ്ങളോട് മിണ്ടാനും താല്പര്യമില്ല. അതാ എന്താന്നോ ഇന്നലെ എന്ത് വൃത്തികേടാ നിങ്ങൾ കാണിച്ചത്? മൂക്കറ്റം കുടിച്ച് വീട്ടിൽ കയറി വന്നിട്ട് ഒരുമാതിരി. അല്ല എന്റെ 2000 രൂപ കാണാനില്ലാന്ന്. 2000 രൂപ എനിക്ക് അറിഞ്ഞൂടാ, പോയി നോക്കി എടുക്ക്. സത്യം പറഞ്ഞു എടുത്തിട്ടുണ്ടോ? അല്ല ഏട്ടനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്നലെ നിങ്ങളോട് പാലിന് കൊടുക്കാൻ കുറച്ച് പൈസ തരുമെന്ന് ഞാൻ ചോദിച്ചോ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാന്ന്. പക്ഷെ പുറത്ത് പോയി കള്ളു കുടിക്കാനും അവരെയൊക്കെ വിളിച്ച് സൽക്കരിക്കാനും നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ പെങ്ങളെ അളിയനെ സൽക്കരിച്ചില്ലേ ഇന്നലെ? പെങ്ങളെ അളിയനെ സൽക്കരിക്കാനാ? ഞാനാ? അവനെ കണ്ണെടുത്ത് എനിക്ക് കണ്ടൂടാ. അവനാണോ ഞാൻ വീട്ടിൽ കയറ്റി സൽക്കരിക്കാൻ നിൽക്കണത്? ഒരുമാതിരി പൊട്ടം കളിക്കാൻ എന്റെ അടുത്ത്. നല്ല ക്ഷീണം. ക്ഷീണം ഉണ്ടാകും. ഇന്നലെ എന്താ നിങ്ങൾ കാണിച്ചു കൂട്ടിയത്? നിങ്ങളോ നശിച്ചു. ആ ചെറുക്കനും കൂടി കൊല്ലാൻ വേണ്ടിട്ടാണോ നിങ്ങക്ക്? സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ടായിരുന്നു എനിക്കിപ്പോ തോന്നണേ. എന്തെന്ന്? എന്റെ അളിയന് ഞാൻ എന്തോരം കുത്തുവാക്ക് പറഞ്ഞേക്കണം. അവനെ പാവം. സത്യം പറഞ്ഞാൽ ഇത്രയും സ്നേഹമുള്ള ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ആങ്ങളൊക്കെ സ്നേഹമൊക്കെ ഉണ്ട്. നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ അവൻ അങ്ങനെ ആയിപ്പോയത്. അവൻ എന്നും ഇങ്ങനെ തന്നെ ആയിരുന്നാ മതിയായിരുന്നു. കള്ളുകൂടിയോ? അതല്ലടി, അവന് ഈ സ്നേഹം എൻ്റെ അടുത്ത് എന്നും ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. കാര്യമൊക്കെ ശരി തന്നെ. ഇനി കള്ളു കല്ലെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അല്ല പാഷാണം വെച്ച് കൊല്ലും നിങ്ങളെ. ഇങ്ങനെ ചൂട് കട്ടൻ തരലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലടി. എന്തിനു ചൂടോട് കൂടി എടുത്ത് വായിലോട്ട് ഒഴിക്കണത്? അത് ആറിയിട്ട് കുടിച്ചാൽ പോരെ നിങ്ങക്ക്? എന്നാലും ഇച്ചിരി ആറ്റിച്ച് തരല്ലേ. അവിടെ ആന്റി ഒന്നും കൂടെ ഭയങ്കര വരക്ക്. എന്തിന് അറിയില്ല. നീ ഉണ്ടോ? എന്താണോ രാവിലെ തുടങ്ങിയിട്ടുണ്ടോ? അമ്മ ഇല്ലാത്തല്ലേ? ഞാൻ ചെന്ന് നോക്കിട്ട് സാധനം മുഴുവൻ ഞാൻ അടിച്ചു തീർത്തല്ലേ. നീ കഴിച്ചായിരുന്നോ? ഇവിടെ നിന്ന് കഴിക്ക്. അച്ഛപ്പ വരാം കേട്ടാ. ഇന്ന് കഴിക്കാൻ അങ്ങോട്ട്. ഇത് എന്ത് ബഹള ഉണ്ടാക്കണത്? അമ്മയില്ലാത്തോണ്ടാണോ നിന്റെ വേഷം കെട്ട് മുഴുവൻ കാണിക്കുന്നത്? നിന്റെ പ്രശ്നം അത് പറ. എന്റെ പ്രശ്നം 2000 രൂപ കാണാനില്ല തന്നെ. ഏട്ടന്റെ 2000 രൂപ പോയി. അതിനെന്താ? അല്ല അതിന് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ? എവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കും? ഞാൻ വീട് വരെ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ട് 2000 രൂപ. വീട്ടിലെത്തിയതിനു ശേഷം 2000 രൂപ കാണാനില്ല, എനിക്ക് കിട്ടണം. അതന്നെ വീട് വരെ കൊണ്ടുവന്നു. നിനക്ക് തീരെ ബോധം ഉണ്ടായില്ലല്ലോ. നീ ആരാന്നും കൂടി നിനക്ക് അറിയില്ലായിരുന്നല്ലോ. ഇങ്ങനെയൊന്നും നോക്കണ്ട. നിന്റെ 2000 രൂപ ഇവിടെ വന്നിട്ടില്ല. നീ കുടിച്ച് കൂത്താടി എടുത്ത് പോയി ചോദിക്കേ. ഇവിടെ കൊണ്ടുവന്നു ഏട്ടൻ പറയണേ. നീ കണ്ടോ പൈസ? അതെ ഇതുവരെയുള്ള സ്നേഹം മതി. വലിയ അതെ ഇങ്ങോട്ട് നോക്കിയേ. നിന്റെ 2000 രൂപ കാണാത്ത ഈ മനുഷ്യനെ മേക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? അല്ലാതെ പിന്നെ ആരുടെ മേക്കിട്ട് കയറും? പൈസ എടുത്തവരോട് പോയി ചോദിക്കും. നിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായില്ല ഇന്നലെ, അവനോട് പോയി ചോദിക്കുന്നു. അതന്നെ ചോദിക്കണത്. വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. നമ്മൾ 4 പേരെ ഉണ്ടായിട്ടുള്ളൂ. ആരാ പൈസ എടുത്തെന്ന് പറ. നിന്റെ ഭാര്യ ബോധത്തോടു കൂടി നിൽപ്പുണ്ടല്ലോ, അവളോട് ചോദിക്കും. ഞങ്ങൾ പൈസ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞ പിന്നെ ഞാൻ എന്ത് പറയാനാ? നീ കണ്ട പൈസ കൊണ്ടുവന്നത്? കണ്ടില്ല, പക്ഷെ ഏട്ടൻ ഉറപ്പിച്ച് പറയും. അവന്റെ കാലിൽ ചെരുപ്പും കൂടി ഉണ്ടായില്ല. അവൻ 2000 രൂപയുടെ കണക്ക് അവനുണ്ട്. ഉണ്ടായില്ല, കണ്ടത് ഞാനാ. നീ ചെരുപ്പ് പിന്നെ എവിടെ നീ കൊണ്ടുവന്നാണോ? തങ്കം 2000 രൂപ എടുത്ത് വീശി കൊടു. തങ്കം എന്തിനാ നാളെ കിടന്നത്? എന്തിന്? അവന്റെ പൈസ നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഞാൻ എടുത്തിട്ടുണ്ടോ? നിന്റെ 10 പൈസ ഞങ്ങൾക്ക് വേണ്ട മോനെ. ഞങ്ങൾ ആ അന്തസ്സായിട്ട് ജോലി എടുത്താ ജീവിക്കണം. അങ്ങനെ ഞാൻ നിന്റെ കാര്യം ചോദിക്കട്ടെ. നീ ആ പൈസ എടുത്തിട്ടുണ്ടോ? ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി പോട്ടെ. വന്നു ചോദിക്കാതെ പിന്നെ എങ്ങനെയാണ്? അതാ പറഞ്ഞു. നീ കള്ളു കുടിച്ചെടുത്ത് നീ വഴിനീളെ നടക്കും. നീ വന്ന വഴിക്ക് ആരോടെങ്കിലും ചോദിക്കാം എന്റെ പൈസ എടുത്തിട്ടുണ്ടോ, എന്റെ പൈസ എടുത്തിട്ടുണ്ടോ, അപ്പൊ കിട്ടും. നിനക്കിപ്പൊ ഒന്നും പറയാനില്ല അല്ലേ? നാത്തൂനെ പറഞ്ഞ് വിളിച്ച് കരഞ്ഞപ്പോഴല്ലേ ഞാൻ ഓടി വന്നത്. എടാ നാണം വേണോടാ, നാണം. നിന്റെ പെങ്ങളെ നീ സംശയിക്കണേന്ന് ഓർത്തോട്ടെ. പെങ്ങളല്ല എനിക്ക് സംശയം. നിക്കണില്ലേ കൊള്ളനാ പെരുങ്കള്ളൻ. ക്ലീറ്റയ്ക്ക് നിന്റെ കാശൊന്നും വേണ്ട. ക്ലീറ്റ കളത് ഞാൻ കൊടുക്കുന്നുണ്ട്. നിനക്ക് അത്ര സംശയമാണെങ്കിൽ നീ പോലീസിനെ വിളിക്കുന്നേ. അമ്മേനെ വിളിക്കും. എനിക്ക് അമ്മേനോടാ പറയുന്നത്. അതെ പോലീസിനൊന്നും വിളിക്കണ്ട തങ്കം. അമ്മ വിളിക്കട്ടെ. അമ്മ ഇല്ലാത്തന്റെ നെകളിപ്പോ യവൻ ഈ കാണിക്കുന്നേ. പോലീസിനെ വിളിച്ചാല് പോലീസൊക്കെ വന്ന കുടുംബത്തിന്റെ അന്തസ് എന്തോ ആവും. അന്തസ് നിന്നെ ഇവിടെ കയറ്റി അന്തസ് കുടുംബത്തിന്റെ അന്തസ്. മാമന്റെ പൈസ ഇതാണോ? 2000 രൂപ ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ ആരാ കള്ളനെന്ന്? ചോദിക്കങ്ങോട്ട്. ഇതെവിടുന്ന് കിട്ടുന്നെങ്കിൽ പൈസ
ഈ പൈസ നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് നിങ്ങൾ എന്നോട് പറഞ്ഞോ? അതെനിക്ക് ഒരാഴ്ച മുമ്പ് കിട്ടിയ പൈസയാണ്. അതിന് അച്ഛൻ ഇന്നലെയും കൂടെ അല്ലേ പറഞ്ഞു അച്ഛൻ ഇതൊരിക്കലും 2000 രൂപ കണ്ടിട്ടില്ലെന്ന്. നിങ്ങളിങ്ങ് വന്നേ. ഇവിടെ അതെ, മോള് ഡാൻസിന് 2000 രൂപയാണെന്ന് പറഞ്ഞില്ലേ? ഈ പൈസ അവൾക്ക് കൊടുത്തു കേട്ടോ. പിന്നെ 2000ന്റെ പല്ലാപ്പങ്ങ് തീർന്നല്ലോ. Alien versus Alien.